അപ്പൊ നമ്മളൊന്നൊരു തെലുങ്ക് പടത്തിന്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. പർദ എന്നുള്ള അനുപമ പരമേശ്വരൻ മെയിൻ റോൾ ചെയ്ത ഒരു ഗംഭീര സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം നല്ല പടമാണ് പർദ. അവിടെ അതിന്റെ ഗ്രാമത്തിൽ ഒരു ആചാരമുണ്ട്. പെൺകുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പർദ പോലത്തെ ഒരു തട്ടം ഇടണം, മുഖം മറച്ചിട്ട്. മുഖം അവരുടെ വീട്ടുകാരോ കല്യാണം കഴിക്കാൻ പോകുന്ന ആളോ അല്ലാതെ മറ്റൊരു പേരും കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടി തന്റെ എൻഗേജ്മെന്റ് ആവാറായി. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഈ എൻഗേജ്മെന്റ് മുടങ്ങുകയാണ്. കാരണം ഇന്ത്യ ടുഡേയിൽ കവർ പേജിൽ തന്റെ മുഖം വന്നു. ആർക്കും കാണാൻ പറ്റാത്ത ഈ മുഖം വന്നു. അപ്പോൾ അവരുടെ ഒരു ആചാരപ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖം കാണിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഗർഭിണി പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ കുട്ടികൾ ചാവുകൊള്ളയായി പോകും. അതാണ് വിഷയം. അപ്പൊ ഇത് കീഴ്വഴക്കം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവളെ ബലി കൊടുക്കാൻ തീരുമാനിക്കണം. പക്ഷെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നവൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു അവസരം കൂടെ കൊടുക്കുകയാണ്. കൃത്യം 1 മാസത്തിനുള്ളിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കണം. അങ്ങനെ ഈ ഫോട്ടോഗ്രാഫറെ തേടി പോവുകയാണ്. അങ്ങനെ പോകുന്നു. ആ യാത്ര ആ ഫോട്ടോഗ്രാഫറിനെ കണ്ടെത്തിയോ, ഈ ഗ്രാമത്തിലെ ആ ഗർഭിണിയായ സ്ത്രീക്ക് എന്ത് പറ്റി, അങ്ങനെ തുടങ്ങിയ ഒരു ചോദ്യത്തിലേക്കാണ് ഈ സിനിമ മുന്നിൽ വെക്കുന്നത്. നമ്മൾ ഇതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം ഇതില് ഒപ്പം ദർശന നല്ല റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ സംഗീത, എനിക്ക് ആളിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പടത്തിൽ നല്ല രസമുണ്ടായിരുന്നു ആ ക്യാരക്ടർ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. അപ്പൊ 3 സ്ത്രീകൾ ഈ ഫോട്ടോഗ്രാഫറിനെ തേടി പോവുകയാണ്. ആ യാത്രയിൽ നമ്മുടെ നടിക്കും നല്ല വിശ്വാസമുണ്ട്. തന്നെ ജ്വാലാമ്മ എന്നാണ് പറയാ അതിന്റെ ദേവി. അവരെന്തായാലും ശിക്ഷിക്കുമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ സിനിമയിൽ ഒരിക്കലും ഈ വിശ്വാസത്തിനെതിരായിട്ട് സംസാരിക്കുന്നില്ല. അതിലൊരു ഡയലോഗ് ഉണ്ട്. അതായത് അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ അവർ പറഞ്ഞു തന്നത് തെറ്റാണ്. അതായത് ദൈവം തെറ്റാണെന്ന് ഒരിക്കലും ഈ സിനിമ പറയുന്നില്ല. ഈ മനുഷ്യന്മാര് പറഞ്ഞു വന്നപ്പോഴുള്ള തെറ്റ്, ഒരു ദൈവം നല്ലതിനെ പ്രതിനിധീകരിക്കണമെന്നാണല്ലോ ദൈവം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പിഞ്ചു കുഞ്ഞുങ്ങളെ ചാവപിള്ളയാക്കി ജനിപ്പിക്കുമോ? ഇല്ല എന്നുള്ളൊരു ചോദ്യവും ഈ സിനിമ വെക്കുന്നുണ്ട്. മൊത്തത്തിൽ പിന്നെ സ്ത്രീ സ്വാതന്ത്ര്യം ആയാലും അതിനെക്കുറിച്ചൊക്കെ എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീ ശാക്തീകരണം എന്നുള്ള രീതിയിൽ ഈ സിനിമ ഒരു വെറൈറ്റി 3 ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര 3 രീതിയിൽ അവര് സൊസൈറ്റിയിൽ അനുഭവപ്പെട്ടു, സ്ത്രീ എന്ന രീതിയിൽ അടിച്ചമർത്തപ്പെട്ടു എന്ന് വിചാരിക്കുന്ന 3 കഥ കൂടെയാണ് പർദ എന്നുള്ള സിനിമ പറയുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. നല്ല കണ്ടന്റാണ്. സോ മലയാളം ഡബ്ബാണ് ഞാൻ കണ്ടത്. വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് കാണാം. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം.